ഏത് സമയത്ത് എന്ത് സംഭവിക്കുമെന്ന ഭയപ്പാടിലാ ഈ വീട്ടിലിപ്പോ നമ്മൾ ജീവിക്കുന്നത്. അർച്ചനയുടെ കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ടാ ഈ ദോഷങ്ങളെല്ലാം ഉണ്ടാവുന്നതെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പരിഹാര കർമ്മങ്ങൾ ചെയ്യണം. എല്ലാരും പറയുന്ന ഭ്രാന്ത് അച്ഛനും വിശ്വസിക്കുന്നുണ്ടോ? ഒരു കുഞ്ഞ് ജനിച്ചാലല്ലേ അതിന് ജാതകം ഉണ്ടാവും. അതിനു മുമ്പ് എങ്ങനെയാ അതിന് ജാതകദോഷം ഉണ്ടാവുന്നത്? ഇല്ല, ഞാനിതിന് സമ്മതിക്കില്ല. ജാതകദോഷത്തിന്റെ പേരും പറഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞിന്റെ ജീവിതം ഇല്ലാതാക്കല്ലേ. മറ്റാരെന്തു പറഞ്ഞാലും അച്ഛൻ ഇതിന് കൂട്ടു നിൽക്കരുത്. ഇത് ആ കുഞ്ഞിന്റെ മാത്രം പ്രശ്നമല്ല, ഈ വീട്ടിലെ ഒരുപാട് പേരെ ബാധിക്കുന്ന പ്രശ്നമാണ്. മറ്റാർക്കും ദോഷം ചെയ്യാൻ വേണ്ടിയല്ല ജോത്സ്യനെ വിളിക്കാൻ പറഞ്ഞത്. ഈ വീടിനെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾ മാറ്റാനാ. അച്ഛൻ പറയുന്നതിൽ എന്താ തെറ്റ്? എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് മാറ്റുന്നത് നല്ലതല്ലേ? പിന്നീട് അതിനെ കുറിച്ചുള്ള പേടി വേണ്ടല്ലോ. ഞാൻ ആരോടെങ്കിലും ഉള്ള വിരോധം കൊണ്ടല്ലോ പറഞ്ഞത്. എന്റെ പ്രഗ്നൻസി ഇല്ലാതെ പോയതും നന്ദേട്ടൻ ഇപ്പൊ അനുഭവിക്കുന്നതും അച്ഛൻ ജയിലിൽ കിടന്നതും എല്ലാം എന്തായാലും വെറുതെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതെങ്കിലും ഒരു ജോത്സ്യൻ പറയുന്ന കേട്ട് മാത്രം ആരും ഇങ്ങനത്തെ ഒരു തീരുമാനത്തിൽ എത്തരുത്. ജോത്സ്യൻ വരുന്നത് കൊണ്ട് എന്താ കുഴപ്പം? ജോത്സ്യൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഇവിടെ നടന്ന സംഭവങ്ങൾക്കെല്ലാം ഉത്തരവാദി അച്ചുചേച്ചിയുടെ കുഞ്ഞാണെന്ന് പറയുന്ന എന്ത് ന്യായമോ? ഇതിലൊരന്യായവും ഇല്ല. ഈ വീടിന്റെ ദോഷം മാറ്റാനല്ലേ ജോത്സ്യൻ വരട്ടെ. ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ തർക്കിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഒരാളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. ഇവിടെയുള്ള എല്ലാവരുടെയും അഭിപ്രായം കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. നാളെ തന്നെ ജോത്സ്യനോട് വരാൻ പറയണം. ഇനി ഇത് വെച്ച് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ജോത്സ്യനെ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. അർച്ചന, എഴുതി അവളെ കരയിപ്പിച്ചപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമായല്ലോ അല്ലേ? അവൾ എന്റെ ഭാര്യ, എന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്നവളാ. ഗർഭിണിയായ അവളുടെ മാനസിക നിലയെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും ആലോചിച്ചിട്ടാണോ അച്ഛൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവളെ ഇങ്ങനെ അപമാനിച്ചു വിട്ടത്? ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് താങ്ങാൻ കഴിയുന്ന കാര്യമാണോ എല്ലാരും കൂടി ഇപ്പൊ ഈ പറഞ്ഞത്? എനിക്കിത് സമ്മതിച്ചു തരാൻ പറ്റില്ല. അർച്ചനയെ അപമാനിക്കാൻ വേണ്ടിയല്ല ഇതൊന്നും പറഞ്ഞത്. എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്? ഗർഭിണിയായ ഒരു സ്ത്രീക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനേക്കാൾ വലുതായി ഈ ലോകത്ത് മറ്റൊന്നുമില്ല. ആ കുഞ്ഞിനെ കുറിച്ചാ എല്ലാരും കൂടി വട്ടം കൂടി എന്ന് കുറ്റം പറഞ്ഞത്. അത് സഹിച്ച് അവളിവിടെ നിൽക്കണമെന്നാണോ എല്ലാരും കൂടി പറയുന്നേ? ഇത് വളരെ ചീപ്പായി പോയച്ചാ. ഇതിന് പിന്നിൽ ആരുടെ ബുദ്ധിയായാലും അതൊട്ടും നല്ലതല്ല. ഈ വീട്ടിൽ മറ്റുള്ളവർ അനുഭവിച്ച ദുരന്തങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. എന്റെയും സ്നേഹയുടെയും കാര്യം പോട്ടെ, നന്ദന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ? ഇനിയും നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചാൽ അതും ഞാൻ കണ്ടു നിൽക്കണോ? വയ്യ, അനുഭവിച്ചു മടുത്തു. അതുകൊണ്ടാ ജോത്സ്യനോട് വരാൻ പറഞ്ഞത്, അല്ലാതെ ആരെയും മനഃപൂർവ്വം ദ്രോഹിക്കാനല്ല. അതിന് പിന്നിൽ ആരുടെയും ദുഷ്ടബുദ്ധിയില്ല. ഇതെന്റെ തീരുമാനമാണ്. ജോത്സ്യനോ സ്വാമിയോ പക്ഷിശാസ്ത്രക്കാരനോ ആര് വേണമെങ്കിലും വന്നോട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഏതെങ്കിലും ഒരു ഫ്രോഡിനെ കൊണ്ടിരുത്തി അതിന്റെ പേരിൽ ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറ്റക്കാരനാക്കാനാണ് എല്ലാവരുടെയും ഉദ്ദേശമെങ്കിൽ
അത് ഞാൻ സമ്മതിക്കില്ല. ഞങ്ങളുടെ കുഞ്ഞിനെ കുറിച്ച് അനാവശ്യമായ ഒരു വാക്കെങ്കിലും അയാളുടെ നാവിൻ തുമ്പിൽ നിന്ന് വന്നാൽ പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നതിനൊന്നും ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. ഇത് വളരെ മോശമായി പോയച്ചാ. നാളെ ഞങ്ങളുടെ കുഞ്ഞിന്റെ പേരിലും ആരെങ്കിലും ദോഷം ആരോപിച്ച അതിനും അച്ഛൻ ഇതുപോലെ ജോത്സ്യനെ വിളിച്ചു വരുത്തോ? എന്തൊരു കഷ്ടമായത്. ലോകത്തൊരിടത്തും കേട്ടുകേൾവി പോലുമില്ല. എനിക്കാത്ത കുഞ്ഞിന്റെ ജാതദോഷത്തിന് ജോത്സ്യരെ വിളിച്ച് പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നു. ഇവർക്കൊക്കെ എന്താ ഭ്രാന്താണോ? സച്ചി അച്യുതനെ സമ്മതിച്ചോ? മോനെ, ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. നീ ഒന്ന് വേഗം സച്ചിയെ വിളിച്ചിട്ട് കാര്യം എന്താന്ന് അന്വേഷിക്കേ. ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു പെണ്ണിനെ ഇതിനൊന്നും വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അത് ശരി. അപ്പൊ ഇതുവരെ നെല്ലിശ്ശേരിയിൽ സംഭവിച്ച ദോഷങ്ങൾക്കൊന്നും പരിഹാരം ചെയ്യേണ്ടെന്നാണോ? എന്തു ദോഷം? അവിടെ സംഭവിച്ചതൊക്കെ ദോഷം കൊണ്ടാണെന്ന് ആര് പറഞ്ഞു? അതല്ലേ ജോത്സ്യം പറഞ്ഞതും. അതൊക്കെ കൊണ്ടല്ലേ അവര് ജോത്സ്യനെ വിളിച്ച് പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ പോകുന്നതും. ഇവിടെയും ചില കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. നിർത്തറി. കർമ്മങ്ങൾ ചെയ്യണം പോലും. ഒരു ജോത്സ്യനാണോ ഈ ലോകത്തെ ദോഷങ്ങളെല്ലാം മാറ്റാൻ പോകുന്നത്? എന്നാ പിന്നെ സുനാമി, ഭൂകമ്പം, ഉരുൾപൊട്ടലൊക്കെ ജ്യോത്സ്യന്മാര് വന്നു നിന്ന് അങ്ങ് തടയട്ടെ. വിവരക്കേട് പറയരുത്, മനസ്സിലായോ? അമ്മേ, ഞാൻ സച്ചി ഒന്ന് വിളിക്കട്ടെ.